ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ട്രെൻഡിങ് ആയ മസ്ക ബണ്ണാണ് വീട്ടിലുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതാകുമ്പോൾ പിന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും ആണ്, പിന്നെ കുറച്ച് ബണ്ണാണ് കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൺ ഹാഫായിട്ട് കട്ട് ചെയ്യണം. നല്ല സോഫ്റ്റ് ബണ്ണാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും. ഞങ്ങൾ നല്ല സോഫ്റ്റ് ബൺ നോക്കി മേടിച്ചു. പിന്നെ നമ്മുടെ ബട്ടർ നല്ലോണം മെൽറ്റാക്കി നമുക്ക് എടുക്കാൻ പറ്റണം. അങ്ങനെ ആക്കാം. ഞങ്ങളുടെ ഫീസറിലാണെന്ന് വെക്കുക. അപ്പോൾ കുറേ നേരം പുറത്ത് വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അളവിനനുസരിച്ചിട്ട് ബട്ടർ എടുക്കുക. അപ്പോൾ ഞങ്ങൾ ഇത്ര അളവായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഗസ് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഞങ്ങൾ മിൽക്ക് മെയ്ഡിൻ്റെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഒഴിച്ച് കൊടുക്കുക. എനിക്ക് അച്ഛനും അതിനും കുറച്ച് ഇഷ്ടം കൂടുതലാണ്. അത് കാരണം കുറച്ച് കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഒഴിച്ചില്ലെങ്കിലും സെറ്റ് ആവും കേട്ടോ സംഭവം. നമ്മുടെ മിക്സ്ചറാണ് കേട്ടോ. ഇത് നല്ലോണം ഇനി ബ്ലെൻഡ് ആക്കി അങ്ങ് എടുക്കണം ഗൈസ്. ഈ മിക്സ്ചർ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഇരുന്ന് അങ്ങോട്ട് കഴിക്കുകയാണ്. അല്ലെങ്കിലും മിൽക്ക് മെയ്ഡ് കഴിച്ചിട്ട് കുറേ നാളായി. അതാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ നല്ലോണം ബ്ലെൻഡാക്കി. ചിച്ചുരാണെങ്കിൽ ഗൈസ് കൊതിച്ചിരിക്കുകയാണ്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. എന്നാലും കൊതിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ടേബിളിൻ്റെ അടുത്ത് തന്നെയാണ് ഇരിക്കേണ്ടായിരുന്നത്. അത് കണ്ട് ഗൈസ് നമ്മുടെ ആ മിക്സ്ചർ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് സ്പ്രെഡ് ചെയ്യണം. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഓറാണ് ഗൈസ്. അത്രയും ടേസ്റ്റായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതെന്തായാലും വീട്ടിലുണ്ടാക്കണം. അത് കുറച്ചും കൂടി അടിപൊളിയാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ പിന്നെ നമ്മുടെ രീതിയിൽ നമുക്ക് സെറ്റാക്കി എടുക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് ഗൈസ് പുറത്ത് ഒഴിക്കണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. പുറത്ത് ഒന്ന് ജസ്റ്റ് സ്പ്രെഡൊക്കെ ചെയ്തു. ഓൾറെഡി സോഫ്റ്റ് ബണ്ണാണ്. ഇതും കൂടി ചെയ്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു ഗൈസ്. ഞാനാണെങ്കിൽ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനും ചിച്ചരും ആർക്കാണ് ഫസ്റ്റ് കിട്ടാമെന്നായിരുന്നു. അങ്ങനെ ഗൈസ് എനിക്ക് ഫസ്റ്റ് കിട്ടി. അങ്ങനെ ഗൈസ് ഒരു കടി കടിച്ചു. നല്ല സോഫ്റ്റ് ആയിരുന്നു ഗൈസ്. നല്ല ടേസ്റ്റ്. ചുമ്മാതല്ല, കുറേ ആൾക്കാർ മേടിച്ച് ട്രൈ ചെയ്ത് ചിച്ചരും. ഞാൻ അങ്ങനെ കഴിക്കണ്ടേന്ന് അറിയാത്ത കാരണം പിച്ചായിരുന്നു കഴിക്കേണ്ടതുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ എൻ്റെ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ലാസ്റ്റ് പീസും കൂടി അകത്താക്കി. എന്നാൽ ശരി ഗൈസ്, ബൈ.